ടി ജി, എനിക്കൊരു 2 സംശയങ്ങൾ ഈ കാശ്മീരിലെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. മാർച്ച് മാസത്തിൽ ബലൂചിസ്ഥാനിൽ ഈ കത്വയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ ട്രെയിൻ ബലൂചിസ്ഥാൻ തീവ്രവാദികൾ പോരാളികൾ തട്ടിക്കൊണ്ടുപോയി. അന്ന് ബലൂജിലെ മുഖ്യമന്ത്രിയും പാകിസ്ഥാനും ഇന്ത്യയാണ് അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു. ഒരുപാട് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു വന്നു. മിലിറ്ററിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിനായിരുന്നു. അതിൻ്റെ ഒരു തിരിച്ചടി ആയിരിക്കുമോ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ആയിക്കൂടായികയില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസിക് സംഭവം റാഡിക്കലൈസേഷനാണ്. ഈ തിരിച്ചടിക്കാനൊക്കെ ഇതുപോലെ ആളെ കിട്ടുന്നത് എങ്ങനെ? ഒരു പാകിസ്ഥാൻ പട്ടാളം ഒരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധം നമ്മളുമായിട്ട് നടത്തിയാൽ എനിക്കത് മനസ്സിലാവും. നിങ്ങൾ ബലൂചിസ്ഥാനിൽ കച്ചറ ഉണ്ടാക്കി ഞങ്ങൾ തിരിച്ചടിക്കും. ആൺകുട്ടികളാണ്, ആ തിരിച്ചടിക്കുള്ള ധൈര്യമില്ല അവർക്കില്ല. അപ്പോൾ അതിന് ഈ കൂലിപ്പട്ടാളത്തെ അയക്കുക. വാസ്തവത്തിൽ ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-എ തയ്യബ, ലഷ്കർ-എ തയ്യബയുടെ സെക്കൻഡ് വിങ് ആണ് ഈ TRF, ദ റെസിസ്റ്റൻസ് ഫോഴ്സ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പാകിസ്ഥാൻ പട്ടാളം തന്നെയാണ്. പട്ടാളത്തിൻ്റെ യൂണിഫോം വരെ ഉണ്ട് അവർക്ക്. ഔദ്യോഗികമായിട്ട് പട്ടാളമല്ല എന്നേ ഉള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള ഡെസിഗ്നേഷൻ കൊടുത്തിട്ട് സേനയിൽ ചേർത്തിട്ടില്ല. പക്ഷേ സേന തന്നെയാണ്, സേനയുടെ ഒരു വിഭാഗം. അപ്പോൾ അത് ചാവാനും കൊല്ലാനും മടിയില്ലാത്ത റാഡിക്കലൈസ്ഡ് മുസ്ലിങ്ങളാണ് ഇവർ. അങ്ങനെയുള്ളവർ തിരഞ്ഞെടുത്താണ് ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തെടുത്ത് റെഡിയാക്കി പുറത്തേക്ക് വിടുന്നത്. പാകിസ്ഥാൻ, ഔദ്യോഗിക പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ മേലിൽ നൊന്തിട്ടില്ല ഇതുവരെ. അത് നൊന്താൽ മാത്രമേ എന്തെങ്കിലും ഒരു തീരുമാനമാകുള്ളൂ. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ കയറി ഇതുപോലെ നമ്മുടെ ഒരു 4-5 പേരെ അങ്ങോട്ട് വിട്ട് ചുമ്മാ അങ്ങ് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഫയർ ചെയ്യുക. 19 പേര് അവർ മരിക്കും. അവരുടെ കയ്യിലും ആയുധവും സംഗതിയൊന്നുമില്ല. വെറുതെ റാവൽപിണ്ടിയിലോ ഇസ്ലാമാബാദിലോ തെക്ക് വടക്ക് നടക്കുന്ന മുസ്ലിങ്ങളെ 19 എണ്ണത്തെ കൊല്ലാൻ വളരെ എളുപ്പമാണ്. 4-5 പേര് പോവുക, ഇങ്ങനെ നുഴഞ്ഞ് കയറിയിട്ട് തോക്കുകയാണ്. പോയിട്ട് കിറൊന്ന് പറഞ്ഞ് വെടിവെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചത്തു പോകും. പാകിസ്ഥാൻ ഒരു കുലുക്കവും ഉണ്ടാവില്ല. അവരുടെ സിറ്റിസൺസ് മരിക്കുന്നതൊന്നും അവരെ അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യണം? പാകിസ്ഥാൻ്റെ താവളങ്ങളിൽ, ഈ ടെറർ താവളങ്ങളിൽ ടാർഗറ്റഡ് തിരിച്ചടി കൊടുക്കണം. അതിപ്പോൾ ഇന്നലെ ആർമിയുടേതായിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. 278 കിലോമീറ്റർ നമ്മുടെ LOCയിൽ, ലൈൻ ഓഫ് കൺട്രോളിൽ പലയിടത്തും വീണ്ടും പാകിസ്ഥാനിലും POKയിലും പഴയ പോലത്തെ ലോഞ്ച് പാഡുകളും നമ്മൾ നേരത്തെ ബലാക്കോട്ടിലൊക്കെ നടത്തി നശിപ്പിച്ചല്ലോ, അത്തരം പാഡുകൾ, റിക്രൂട്ടിംഗ് സെൻറ്ററുകളൊക്കെ സജീവമാണെന്നുള്ള റിപ്പോർട്ടുണ്ടെന്ന് പറയുന്നു. അല്ല, അത് ഈ ഇന്ത്യയുടെ കയ്യിൽ സകലവിധ റിപ്പോർട്ടുമുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനമുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഈ 370 എടുത്തു കളയാൻ തീരുമാനിച്ച സമയം മുതൽ അടുത്ത ഒരു 5 വർഷത്തേക്ക് എന്തൊക്കെ സംഭവിക്കാം കാശ്മീരിൽ, അതിനെന്തൊക്കെ ചെയ്യാം, നമ്മുടെ ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ മിലിറ്ററി ഇൻ കൺസൾട്ടേഷൻ വിത്ത് മിലിറ്ററി ഇൻ്റലിജൻസ്, എയർഫോഴ്സ് ആൻഡ് നേവി. ഇവർ ചേർന്നിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് അത് CCS കണ്ട് അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി അഫയേഴ്സ്. അതിപ്പോൾ ഇന്ന് വൈകുന്നേരം CCS കൂടുന്നുണ്ട്. ഇതിൻ്റെ ടൈമിംഗ് മാത്രമാണ് ഡിസൈഡ് ചെയ്യാനുള്ളത്. ആ ടൈമിംഗ് ഡിസൈഡ് ചെയ്യുന്നത് മിക്കവാറും ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതിൽ CCSൽ വിദേശകാര്യമന്ത്രിയുണ്ട്, ഡോക്ടർ ജയശങ്കറുമുണ്ട്. വിൽ സ്പീക്ക് ടു അതർ കൺട്രീസ്, ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. എക്സാക്ട് കാര്യങ്ങളൊന്നും പറയില്ല, ബട്ട് ഒരു ഹിൻറ്റ് കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും പാകിസ്ഥാന് തിരിച്ചടി കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, ദേ വിൽ ഡിസൈഡ്. അത് വെച്ചിട്ട് ആ ഒരു ടൈമിങ്ങിൽ ഇവന് തല്ലുകിട്ടും. അവന് വെറുതെ ഇരിക്കില്ല, അവൻ്റെ അലയൻസിനോട് ആലോചിക്കും. ഇന്നലെ സംഭവിച്ച വേറൊരു കാര്യം, പ്രധാനമന്ത്രി സൗദി അറേബ്യയ്ക്ക് പോകുന്നു. ഇത് സൗദി അറേബ്യ ഇതിനു മുമ്പും പ്രധാനമന്ത്രിക്ക് അവരുടെ ഹയസ്റ്റ് ഓണർ അവാർഡ് അത് ഇതൊക്കെ കൊടുക്കുകയാണ്. മെക്കയിൽ ഇരിക്കുന്ന സ്ഥലത്തെ ഭരണാധികാരി നരേന്ദ്രമോദി പോലെയുള്ള ഒരു നരാധമനെ വിളിച്ച് ആദരിക്കുന്നു, കൂട്ടുകാരനെ പോലെ പെരുമാറുന്നു. ഇപ്പം വീണ്ടും വിളിച്ചിരിക്കുന്നു. അപ്പോൾ മോദി സൗദിയിലുള്ളപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം, സോ ദാറ്റ് ഹി വിൽ ക്യാൻസൽ ഹിസ് വിസിറ്റ് ആൻഡ് കം ബാക്ക്.
ഇത് മോദിക്കും MBSനുള്ളൊരു സിഗ്നലാണ്. നിങ്ങളുടെ ദോസ്തി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ ഇതായിരിക്കും അനുഭവം. ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് ഒരു ചൊറിയാൻ പറ്റുമോ പാകിസ്ഥാൻ? ഭസ്മമായി പോകും. അതുകൊണ്ട് ഇന്ത്യയെ ചൊറിയുക. ഇന്ത്യയെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സൗദിയെ മാന്തിയ പോലെയാണ്. ഇപ്പോൾ സൗദിക്കും ആ ഒരു ക്ഷീണമുണ്ടാകും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് പാകിസ്ഥാൻ അവരുടെ കാൽക്കുലേഷൻ നടത്തും. ബട്ട് നിർഭാഗ്യവശാൽ പാകിസ്ഥാനെ ഇപ്പോൾ കൈമൈ മറന്ന് സഹായിക്കാൻ ചൈന മാത്രമേ ഉള്ളൂ. അതർവൈസ് പാകിസ്ഥാൻ ഈസ് ഓൾമോസ്റ്റ് ഐസൊലേറ്റഡ്. പാകിസ്ഥാൻ ആരുടെയും ചിത്രത്തിലില്ല. അത് പാകിസ്ഥാൻ്റെ വേറൊരു സങ്കടമാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല. ചൈന കേൾക്കും, പക്ഷെ ചൈന തിരിച്ച് മിണ്ടുകയില്ല. ഈ ഷീ ജിൻ പിങ് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? അങ്ങനെ സംസാരിക്കില്ല. വലിയ ഉച്ചകോടി, ഉച്ചയ്ക്കോ അല്ലെ ഉച്ച കഴിഞ്ഞോ ഒക്കെ ഉള്ള കോടിക്ക് പുള്ളി എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞാലായി. അല്ലാതെ ഒരു സാധനം പുറത്തു വരില്ല. ചൈനയുടേതെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർനെറ്റ് വെബ് പത്രമുണ്ട്, ഗ്ലോബൽ സംതിങ് എന്ന് പറഞ്ഞു, ഗ്ലോബൽ ടൈംസ്. അതിനകത്ത് വരുന്ന വാർത്തയാണ് ചൈനയുടെ അഭിപ്രായമെന്ന് ലോകരാജ്യങ്ങൾ വിശ്വസിച്ച് പെരുമാറിക്കൊള്ളണം. അല്ലെങ്കിൽ പെരുമാറാതിരിക്കുന്നത് എവിടെയെങ്കിലും പോയി തൊലയിട്ട്. ഇതാണ് ചൈനയുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പം ചൈന എന്ത് ചെയ്യുമെന്നും പാകിസ്ഥാന് ഉറപ്പില്ല. ഞങ്ങളുടെ കൂടെ നിൽക്കുമോ ചേട്ടാ? കൂടെ നിൽക്കും. ഈ സമയം വന്നു കഴിയുമ്പോൾ ഈ ചേട്ടൻ പറയും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു കൂടെ നിന്നു. അല്ലാതെ നിനക്ക് വഴി യുദ്ധം ചെയ്യാമെന്ന് എന്നെ കിട്ടില്ല. ചൈനയുടെ സ്ഥിതി ആലോചിച്ചു. ചൈന ഇപ്പം തന്നെ നമ്മളുമായിട്ട് 2020 മുതൽ തുടങ്ങിയ ഉടക്ക് ഇപ്പോൾ നമ്മൾ ആ ഉടക്ക് മാറ്റി വരുന്നേ ഉള്ളൂ. പ്രീ 2020 കണ്ടീഷനിലേക്ക് 2 പേരും മാറിക്കോളാം എന്ന് എഗ്രി ചെയ്തു. മാറി തീർന്നിട്ടില്ല. 50,000 പട്ടാളക്കാരെയാണ് നമ്മളവിടെ വിന്യസിച്ചിരിക്കുന്നത്. അവർ 2 പേരെ മാറ്റും, നമ്മൾ 2 പേരെ മാറ്റും. അവർ 2 പേരെ മാറ്റും, 2 പേരെ മാറ്റും. ഇന്നിപ്പോൾ തണുപ്പാണ്, ഇന്ന് മാറ്റുന്നില്ല. എന്നാൽ ഒരു കാര്യം, ഞങ്ങൾ ഇന്നലെ മാറ്റിയ 2 പേരെ ഉണ്ടല്ലോ, അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. വേണ്ട ഇന്നും മാറ്റാം, ശരി ഞങ്ങളും മാറ്റാം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ചൈനയ്ക്ക് വേറൊരു കോൺഫ്ലിക്റ്റ് നമ്മളുമായിട്ട് മുതലാവില്ല. ചൈനയ്ക്ക് ഈ ചൈന എന്ന് പറഞ്ഞ് ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുമായിട്ട് അടിച്ചിട്ട് എത്രയാണ്? 165% ചൈനയ്ക്ക് താരിഫ് അടിച്ചിരിക്കുന്നത് ട്രംപ്. അതായത് ട്രംപ് 26, ചൈന 26. ട്രംപ് 35, ചൈന 45. ട്രംപ് 60, ചൈന 80. ട്രംപ് 125, ചൈനയും 125. ട്രംപ് 145, ചൈന ഉണ്ടാകും. ഇങ്ങനെ നിൽക്കുകയാണ് അവർ. മാത്രമല്ല ട്രംപ് എന്ത് ചെയ്തു? ബാക്കിയുള്ളവരുടെ എല്ലാം നമ്മുടെയൊക്കെ വർദ്ധിപ്പിച്ച താരിഫില്ലേ, അത് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ചൈനയ്ക്ക് മാത്രമേ താരിഫുള്ളൂ. ഈ സിറ്റുവേഷൻ നിൽക്കുകയാണ് ചൈന. ഗ്ലോബൽ നമ്പർ 2 ആണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരാണ് അവർ. പാകിസ്ഥാന് വേണ്ടിയിട്ട് നമ്മളുമായിട്ടൊരു ഉടക്കിന് ആരെങ്കിലും ആ റിസ്ക് എടുക്കില്ല. കാരണം അവർക്കും അറിയാം ഈ പാകിസ്ഥാനെ പിന്താങ്ങിയിട്ട് ചൈനയ്ക്ക് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. പാകിസ്ഥാൻ അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ. ആ പാകിസ്ഥാനിൽ ഗോതമ്പ് പൊടിയില്ല, വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാൻ ഗോതമ്പ് പൊടിയില്ല. അവൻ തോക്കുമായിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദരിദ്രവാസിയെ സഹായിക്കാൻ ചൈനയ്ക്ക് താല്പര്യം എന്താ? ഇന്ത്യയോടുള്ള ദേഷ്യം തീർക്കാൻ വേറെ ഇഷ്ടം പോലെ അവന് പ്രശ്നങ്ങൾ കിടക്കുന്നു. പാകിസ്ഥാനെ കൂട്ടുപിടിക്കേണ്ട പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ആ ഭാരം കൂടി എടുത്ത് തലയിൽ വയ്ക്കേണ്ട കാര്യം. പക്ഷേ ഇതിനകത്ത് ഞാൻ നോക്കുന്നൊരു കാര്യം, ഇപ്പം എന്തൊക്കെയാലും കാശ്മീരിൽ ഒരു ദുരന്തം ഉണ്ടായി. പക്ഷേ അത് വല്ലാതെ ആളുകളെ ഭയപ്പെടുന്നില്ലേ? ആളുകൾ അങ്ങോട്ട് പോകാൻ പഠിക്കൂലേ? അപ്പോൾ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ല, അത് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഈ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു ജനത തന്നെത്താൻ വീണ്ടെടുക്കുന്നതാണ്. അല്ലാതെ ഭരണാധികാരി എന്തെങ്കിലും ചെയ്തു എന്ന് ആന്റണിയുടെ കാലത്ത് ഒന്നും ചെയ്യാതെ കിടന്നു. എന്നിട്ട് എന്താ ജനങ്ങളുടെ ആത്മവിശ്വാസം തകർന്നു പോയോ? തകർന്നു പോയില്ല. പോകട്ടെ പഴയ പോലെ. ഇനി പഴയ പോലെ പോകും. ഒരു 4 ദിവസം നിൽക്കും ഈ പെഹൽഗാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പെഹൽഗാമിലേക്ക് ടൂറിസ്റ്റുകളെ കടത്തി വിടരുത് എന്ന് CRPF തീരുമാനിച്ച് പിടിച്ചു നിർത്തിയിരിക്കുകയായിരിക്കും ഇപ്പം. കാരണം ഈ വെടിവെപ്പ് കാണാൻ പോകുന്ന ടൂറിസ്റ്റുകളുണ്ട്. ഡിസാസ്റ്റർ ടൂറിസം. ഉത്തർപ്രദേശിൽ നിന്ന് വന്ന 7 പേരെ CRPF കയറി പിടിച്ചതാണ്. ഒരു സ്ത്രീയും ഉണ്ട്, 6 പുരുഷന്മാരും ഉണ്ട്. ഈ സ്ഥലം പോയി കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടക്കുന്നു. ഇപ്പോഴല്ല, ഒരു 10-12 വർഷം മുമ്പാണ്. ശ്രീനഗറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടക്കുന്നതിനിടയ്ക്ക് ഈ
6 പേര് ഒരു കെട്ടിടത്തിൻ്റെ മറവിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കൊണ്ടുവരും, ഇത് കണ്ടാലറിയാം ഇവർ കാശ്മീരികളല്ല, ഉത്തർപ്രദേശുകാരാണ്, കറുത്തൊക്കെ ഇരിക്കുന്നു. കാശ്മീരി നല്ല ചുവന്ന് തുടുത്ത് എല്ലാവരും അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഇത് ഇവിടുത്തുകാരല്ല. അവസാനം പുറകെ കൂടെ പോയി CRPF വളഞ്ഞു. ഇവരുടെ ഒരു ആയുധമുണ്ടോ എന്താ, ഇനിയും സൂയിസൈഡ് സ്ക്വാഡാണോ എന്താ അറിയാമല്ലോ. അപ്പം ചോദിച്ചു കഴിയുമ്പോൾ ഇവർ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു. എന്തിനു വന്ന്? ഞങ്ങൾ തീവ്രവാദ പ്രവർത്തനം കാണാമെന്ന്. ഇത് പ്രാണം പോകും പെണ്ണുമ്പിള്ളേന്ന്. പോകുന്നേ പോട്ടേന്ന്, ഒരു തവണ ഇത് കണ്ടിട്ട് ചാകാമല്ലോ. ഈ മരണത്തെ വെച്ച് അങ്ങനെ ഹിന്ദുക്കളെ ഭയപ്പെടുത്താനൊന്നും പറ്റില്ല. ചാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാമെന്ന് ഇരിക്കൊന്നുമില്ല. ഒന്ന് പോയി നോക്കാം, അത്ര ഇതാണെങ്കിൽ ചാവുന്നെങ്കിൽ ചാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകും. അതാണ് ഹിന്ദുവിൻ്റെ സ്വഭാവം. അവനങ്ങനെ മരണഭയമുള്ളവനൊന്നുമല്ല. ഏതോ 3-4 ദിവസം ഒരു കരുതലും സംഗതിയൊക്കെയാണ്. പിന്നെ പതുക്കെ ടെൻഷൻ മാറി മാറി വരും. അല്ല, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സൈനിക നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, പക്ഷേ അത് എന്താണെന്ന് പ്രവചിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് മുഴുവൻ തയ്യാറാണെന്ന്. എന്ത് വന്നാൽ എന്ത് ചെയ്യണം, എന്ത് വന്നാലും എന്ത് ചെയ്യണം, ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഡിസൈഡാണ്. എപ്പോൾ വേണം, അതുകൊണ്ട് മാത്രം കുറിച്ചാൽ മതി. നമ്മളുടെ നേതാക്കൾക്കോ പ്രത്യേകിച്ച് പട്ടാള മേധാവികൾക്കോ ഒന്നും ഒരു കുലുക്കമോ ഭയമോ കൺഫ്യൂഷനോ ഇല്ല. ബിക്കോസ് ദേ ആർ വെരി ക്ലിയർ ഇൻ ദെയർ മൈൻഡ് ആസ് ടു വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വാട്ട് നോട്ട് ടു ബി ഡൺ. ചില കാര്യങ്ങൾ ചെയ്തുകൂടാത്തതുകൊണ്ട്. അല്ല, പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ അതിർത്തി ഗ്രാമങ്ങളൊക്കെ ഒഴിപ്പിക്കുന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു അടി പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ അത് എന്തായിരിക്കുമെന്ന് അവർക്ക് പറഞ്ഞുകൂടാ. പാകിസ്ഥാൻ നമ്മളോട് മസിൽ പിടിക്കാനായിട്ട് ആകെ അവരുടെ ഉള്ളത് ഒരു ആറ്റം ബോംബാണ്. ആണവ ശക്തിയാണ് പാകിസ്ഥാൻ. ആ സാധനം പൊട്ടുമോ ഇല്ലെന്നറിയാൻ മേല. ഒരാൾ തമാശയ്ക്ക് എഴുതിയിരുന്നു, ഇവരുടെ ഈ സാധനം ഇത് മിസൈലിൽ വെച്ച് വിടണ്ടേ, ഈ മിസൈൽ പൊങ്ങുന്നില്ല. മിസൈൽ പൊങ്ങിട്ട് വേണമല്ലോ ഇന്ത്യയിൽ വന്നത് വീഴാനിട്ട്. ഈ സാധനം പൊങ്ങുന്നില്ല, ആണവ മിസൈൽ. എന്ത് ചെയ്യും? അവസാനം പാകിസ്ഥാനിൽ തന്നെ പഴയൊരു സർദാർ ജയ് വിളിച്ചുകൊണ്ട് വന്നു. പുള്ളി ഈ ബജാജ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ പഴയ ബജാജ് സ്കൂട്ടർ. അതുപോലെ ഈ റോക്കറ്റ് ഒന്ന് ചെരിച്ചു, എന്നിട്ട് വീണ്ടും നേരെയാക്കാൻ പറഞ്ഞു. അപ്പോൾ ശരിയായി. അപ്പോഴത്തേക്ക് മറ്റേ സാധനം ഫ്യൂസായി. കഥകൾ എല്ലാം കൂടെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ആശാരിയും മേശരിയൊക്കെ രണ്ടാമത് വിളിച്ച് ശരിയായിക്കൊണ്ടിരിക്കും. ഇന്ത്യ തിരിച്ച് ആണവാക്രമണം നടത്താൻ നോക്കി. അപ്പോൾ എല്ലാമൊക്കെ റെഡിയായി. രാജസ്ഥാനിൽ നിന്നാണ് ഈ സാധനം പോകാൻ പോകുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ സുപ്രീം കോടതി ഒരു പൊതു താൽപ്പര്യ ഹർജി, ഇത് ലോകനാശത്തിന് തന്നെ കാരണമാകും, ഇതാണ് പൊതു താൽപ്പര്യ ഹർജി. ആ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു നമ്മളുടെ ഓപ്പറേഷൻ. നമ്മൾ അവരെ ആക്രമിച്ചില്ല, അവർ നമ്മളെ ആക്രമിച്ചില്ല. നമ്മുടെ സുപ്രീം കോടതി സ്റ്റേയിൽ കിടക്കുന്നു, അവരുടെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ അപഹാസ്യമായ ഒരു സീൻ ഒരാൾ തമാശയ്ക്ക് എഴുതിയിരുന്നു. വളരെ പണ്ട് എഴുതിയതാണ്. അത് ഇപ്പോൾ വളരെ പ്രസക്തമാണ്. അവരെന്നിട്ട് ലാസ്റ്റ് പഞ്ചാണ് പുള്ളിയുടെ. അവരെന്നിട്ട് ശരി, ന്യൂക്ലിയർ ഇത് നടക്കുന്നില്ല, ഒരു സാധാരണ മിസൈലെങ്കിലും വിടറാമെന്ന്. ഒരു സാധാരണ മിസൈൽ വിട്ടു. അത് ഡൽഹിയിൽ പോയി വീണമെന്നാണ് വിചാരിച്ചത്. ആ ഡൽഹിയിൽ പോയി, അത് ബീഹാറിൽ പോയി ഓവർഷൂട്ട് ചെയ്ത് ബീഹാറിൽ പോയി വീണു. രാവിലെ ഒരു 11:30 മണി. സർക്കാർ ആഫീസിൻ്റെ പുറത്താണ് വീണത്. 11:30 മണിയായതുകൊണ്ട് സർക്കാർ ഓഫീസിൽ ആരും വന്നിട്ടില്ല. ഉച്ചനേരമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ബീഹാറിലല്ലേ, അതുകൊണ്ട് ആ ആഫീസ് അങ്ങ് തകർന്നു. അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, നന്നായി ഈ തഹസിൽദാരുടെ ആഫീസിൽ തീ വയ്ക്കണമെന്ന് ഞാൻ പണ്ടേ വിചാരിച്ചതാണ്, ഇത് ഫ്രീ ആയിട്ട് ഇവൻ ചെയ്തു തന്നല്ലോ. അവരും ആശ്വസിച്ചു. അങ്ങനെ തീരുന്നൊരു സംഗതി. ബട്ട് ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് തിങ്സ് ആർ വെരി സീരിയസ്, വെരി സീരിയസ്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഇക്കാര്യത്തിൽ ഫസ്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലുമായിട്ടായിരിക്കും. കാര്യം ഫസ്റ്റ് സപ്പോർട്ട് നമുക്ക് വന്നത് റഷ്യയിൽ നിന്നാണ്. ഫസ്റ്റ് കോണ്ടാക്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇസ്രായേലുമായിട്ടായിരിക്കും. കാരണം ഒരു ട്രസ്റ്റഡ് ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഈ സംഭവം ഇസ്ലാമിക് ടെററിസമാണ്. ഇത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് 4 പേര് വന്നിട്ട് ഇപ്പം അങ്ങനെയൊന്നും ഇസ്രായേൽ നേരിടുന്ന അതേ പ്രശ്നമാണ്. അതേ പ്രശ്നമാണ്. ഇസ്രായേലിൻ്റെ മരുന്നുകൾ, ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ, ഇസ്രായേലിൻ്റെ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ, ഇതൊക്കെ ഒരു മാതൃകയാണ്. അപ്പം അതുപോലെ ഉള്ള ഒരു തിരിച്ചടി ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക്
ഒരുപക്ഷെ നമ്മളത് എന്താണെന്ന് അറിയില്ലായിരിക്കാം, പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് അധികം വൈകാതെ അറിയാൻ കഴിഞ്ഞേക്കും. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട് ഈ സംഭവത്തിൽ. ഇന്ത്യയിലെ അന്തരീക്ഷം ഇതിന് പറ്റിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വഖഫാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാത്ത പ്രശ്നങ്ങളുണ്ടാക്കി അവരും കൊന്നതും ഉപദ്രവിച്ചും ആരെയാ? ഹിന്ദുക്കളെയാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്നവരും ഹിന്ദു ആരാന്ന് ചോദിച്ചാൽ ഹിന്ദുവാണ് അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണല്ലോ. അതെ. എന്താ വ്യത്യാസം ഈ രണ്ട് കക്ഷികളും തമ്മിൽ? എന്താ വ്യത്യാസം? ഒരെണ്ണം ഇവിടെ തന്നെ ഉള്ളത്, മറ്റത് പുറത്തുനിന്ന് വന്നവരും പിന്നെ അകത്തുള്ളവർ. ഇപ്പോൾ ഞാനിന്ന് നോക്കുമായിരുന്നു, നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഈ മതം ചോദിച്ചു കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത ഇല്ല. ഇത് ദേശീയ ദിനപത്രങ്ങളിൽ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ഉണ്ട്. അത് മലയാള മാധ്യമങ്ങൾക്ക് പാകിസ്ഥാൻ വന്ന് മതം നോക്കിക്കൊന്നാലും അത് കൊടുക്കാൻ ഭയമാണ്. ഭയമല്ല, അതൊരു സ്ട്രാറ്റജിയാണ്. സട്ടിലായിട്ട് ഇവരെ സഹായിക്കുന്നൊരു സ്ട്രാറ്റജിയാണ്. അവരുടെ തെറ്റുകൾ മറച്ചു പിടിക്കുക, ആവുന്നത്ര മറച്ചു പിടിക്കുക, പിന്നെ രക്ഷയില്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒരല്പം പുറത്തു വിടുക. കേരളം സേഫാണ്, കേരളം നമ്പർ 1 ആണെന്ന് വരുത്തുക. ഇതൊക്കെ മാധ്യമങ്ങളുടെ ടെക്നിക്സാണ്. ഏതായാലും ഇന്ത്യയുടെ പ്രതികരണം എന്താണെന്നുള്ള വൈകുന്നേരത്തെ സുരക്ഷാ സമിതിയുടെ മീറ്റിംഗിന് ശേഷം ചിലപ്പോൾ നമുക്കറിയാമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അറിഞ്ഞില്ല എന്നും വരാം. ഒരു ദിവസം ഒരു സുപ്രഭാതം എനിക്കിതിൽ കേരളത്തിലെ മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ഒരു ഐക്യദാർഢ്യ റാലി നടത്തണം. കാശ്മീരിലെ ഹിന്ദുക്കളോട്, മൊത്തം ഭാരതത്തിലെ ഹിന്ദുക്കളോട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഈ നോൺസെൻസിനെ ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റാലി സംഘടിപ്പിക്കണം. അത് മുസ്ലിം ലീഗ് മുൻകൈ എടുത്ത് സംഘടിപ്പിക്കണം. ബാക്കിയുള്ളവരെ ആരെയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സിഗ്നലായിരിക്കും. അതല്ലെങ്കിൽ ഈ വഖഫ് എന്ന് പറഞ്ഞ് നടത്തിയ നെഗറ്റീവ് സിഗ്നൽസാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ. ഇപ്പോൾ ഓപ്പണായിട്ട് പറയാൻ ആൾക്കാർക്ക് മടിയായി. അതൊരു 4-5 ദിവസം ഇങ്ങനെ ഒന്ന് വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ മെല്ലെ ആ കൗണ്ടർ ക്യാമ്പയിൻ തുടങ്ങും. നിങ്ങളുടെ ഇൻ്റലിജൻസ് എവിടെ പോയിരുന്നു, അങ്ങനെ പോയിരുന്നു, ഇങ്ങനെ പോയിരുന്നു. അല്ലെങ്കിൽ തന്നെ സുപ്രീം കോടതിയുടെ തമിഴ്നാട് വിധി കാരണം വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് മോദി ഇങ്ങനെ കളിക്കുമെന്ന് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കമൻസ് വന്നിരിക്കുന്നു. എന്തോ പ്രധാനപ്പെട്ട വർഷം മറയ്ക്കാനുണ്ട്, ബീഹാർ ഇലക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് മോദിയുടെ നാടകം. അത് ചെയ്യും. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ഡോസായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. താമസിയാതെ അത് മെയിൻ സ്ട്രീം മീഡിയയിൽ വരും. ഒരു റിട്ടയർഡ് മേജർ ജനറൽ ഇഷ്ടം പോലെ കിട്ടാനൊക്കെ ഉണ്ട്. ഇയാളെ കൊണ്ടുവന്നിട്ട് ഇത് ഗൂഢാലോചനയാണെന്ന് പറയിപ്പിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ TV ആങ്കർമാർ പറയാൻ പോകുന്നത് ഇത് ഗൂഢാലോചനയാണെന്നുള്ള ഒരു വാദവും നിലനിൽക്കുന്നു. അപ്പോൾ BJP-കാരൻ പറയും അതിനകത്ത് എന്താ അടിസ്ഥാനം ഉണ്ടോ ഇല്ലയോ, അങ്ങനെ ഒരു വാദവും നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞെന്നേ ഉള്ളപ്പോൾ. മനസ്സിലായ ഒരു കൗണ്ടർ വെയിറ്റായിട്ട് ഈ സാധനം വർക്ക് ചെയ്യും. തെളിവുണ്ടോ ഇല്ലയോ, ഇന്ത്യൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണല്ലോ മേജർ സോയാൻസോ, അങ്ങേരാണല്ലോ ഇത് പറഞ്ഞത്. അങ്ങേരെ എല്ലാ ചാനലിലും വിളിക്കും, എല്ലാ ചാനലും. ഇത് കാണുമ്പോൾ ചാനലിൽ പോകാൻ താല്പര്യമുള്ള റിട്ടയർഡ് മേജർമാർ കേണൽമാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഈ പറയുന്ന പോലെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അവർ റിട്ടയറായി അവർ കോട്ടയൊക്കെ മടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, പെൻഷനും ഒക്കെ ആയിട്ട്. അപ്പോൾ ശരി, ഏഷ്യാനെറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു എക്സ്പോഷർ കിട്ടും. പോയി ഒരു കീച്ച് എന്ത് വരാൻ, ഇത് നരേന്ദ്രമോദി ഇയാൾ ആരാന്ന് അന്വേഷിച്ചിട്ട് ഇയാളുടെ പെൻഷൻ തടഞ്ഞു വയ്ക്കാൻ പോകും, ഒന്നുമില്ല. നെതന്യാഹു അത് ചെയ്യും കേട്ടോ. ഇവൻ്റെ TV ഡിസ്കഷൻ കഴിയുന്നതിന് മുമ്പ് ഇവൻ്റെ പെൻഷൻ തടഞ്ഞിരിക്കും. പുറത്തിറങ്ങി കഴിയുമ്പോൾ സാധാ പോലീസ് വന്ന് ചേട്ടൻ വണ്ടിയിലേക്ക് കയറുന്നു, ഇപ്പോൾ വിശേഷമൊക്കെ പിന്നെ പറയാം. അതാണ് നെതന്യാഹുവിൻ്റെ ഓപ്പറേഷൻ. അതുകൊണ്ടാണ് മറ്റേ മാക്രോണിൻ്റെ ആൾക്കാരുടെ വിസ ക്യാൻസൽ ചെയ്തില്ല അയാൾ ലാസ്റ്റ് മൊമെൻറ്റ്. 27 പേർ എയർപോർട്ടിൽ ടൈയും ഒക്കെ കെട്ടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടാ ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല, അതല്ല ചേട്ടൻ്റെ വിസ ക്യാൻസലായി. എൻ്റെ വിസയോ ആരാ അത് മറ്റേ ചേട്ടനാ. അയ്യോ, ജീവനം കൊണ്ട് തിരിച്ചുപോയി. അതാണ് നെതന്യാഹുവിൻ്റെ ഓപ്പറേഷൻ. ഏതായാലും നമുക്ക് ഇപ്പോൾ ഓരോ ഇന്ത്യക്കാരനും വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. നമുക്കത് രാജ്യം അതിനോട് ആണോ? ഓരോ ഇന്ത്യക്കാരനും വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്ക് സംശയമുണ്ട്. എനിക്ക് വേദന. ഉള്ളിൽ സന്തോഷിക്കുന്ന എത്രയോ ഇന്ത്യക്കാരുണ്ട്. ഉണ്ടാവും. ഉള്ളിൽ സന്തോഷിക്കുന്ന ധാരാളം പേരുണ്ട്. ഉണ്ട്. ഇതിങ്ങനെ തന്നെ വരണം. ഇത് കേരളത്തിലും ആവർത്തിക്കണം.
അതുകൊണ്ട് നമ്മൾ അവിടെ നടന്നത് അത്ര അങ്ങ് പൊലിപ്പിക്കേണ്ട, അത് നിസ്സാര സംഭവമായിട്ട് വെച്ചാൽ മതി. ഇവിടെ ഇവിടെ ഇത് ചെയ്യാൻ എന്താണെന്ന് പ്രയാസം? ഞാനിത് എത്ര കാലമായി പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന സ്ഥലം പറഞ്ഞ് കാശ്മീരാണോ? മുംബൈയാണ് ലാർജസ്റ്റ് സിംഗിൾ അറ്റാക്ക്. 166 പേര്. 166 പേര് ഒറ്റയടിക്ക് മരിച്ച വേറൊരു ടെററിസ്റ്റ് അറ്റാക്ക് പറഞ്ഞ് കാശ്മീരിലോ ആസാമിലോ ഏത് കുന്തത്തിലോ ഒരിടത്തും നടന്നിട്ടില്ല. ശരിയാണ്. അടുത്തത് കൊച്ചിയാണെങ്കിൽ, കൊച്ചി ഒരു തീരദേശമാണ്, ഒരു ചെറിയ മുംബൈയാണ്, കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്, പോർട്ടുണ്ട്, സതേൺ നേവൽ കമാൻഡ് ഹെഡ് ക്വാർട്ടേഴ്സാണ്. കൊച്ചിയിലില്ലാത്ത സംഗതി എന്താ ഉള്ളത്? നേവൽ ആർമമെൻറ്റ് ഡിപ്പോയുണ്ട്. എവറിത്തിങ് ഈസ് ദെയർ. എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സാധനമാണ്. റിഫൈനറി, എയർപോർട്ട്, നേവൽ, സതേൺ നേവൽ കമാൻഡ്, ഓൾ ബിസിനസ്സസ്. മുംബൈ ഇന്ത്യയുടെ എക്കണോമിക് ക്യാപിറ്റലാണെങ്കിൽ കേരളത്തിൻ്റെ എക്കണോമിക് ക്യാപിറ്റലാണ് കൊച്ചി. വൈ ഡു യു തിങ്ക് ദാറ്റ് ദർ വിൽ ബി നോ അറ്റാക്ക് ഇൻ കൊച്ചി? 1971 വെല്ലിംഗ്ടൺ ഐലൻഡിൽ ബോംബ് വീണതാണ് പാകിസ്ഥാൻ്റെ. യു തിങ്ക് യു ആർ സേഫ്? കാശ്മീരൊക്കെ വളരെ ദൂരെയല്ലേ, നമുക്കിപ്പോൾ എന്താ? അങ്ങനെയല്ല. ഡേഞ്ചർ ഈസ് വെരി നിയർ അറബിക്കടലിൽ. ആൻഡ് കടലിൽ നിന്നുള്ള ഡേഞ്ചർ കരയിൽ നിന്നുള്ളതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് വൈ അവർ നേവി ഈസ് സോ സ്ട്രോങ്. വി പുട്ട് മാക്സിമം മണി ഇൻ നേവി. നേവൽ കമാൻഡ് സ്ട്രക്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ടോപ്പ് മോസ്റ്റ് അതിൻ്റെ വൈസ് അഡ്മിറൽ, അതിൻ്റെ ഡെസിഗ്നേഷൻ എനിക്കറിയില്ല. ഇദ്ദേഹത്തിൻ്റെ ജോലി ഡെവലപ്മെൻറ്റാണ്, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റാണ്. സോഫ്റ്റ്വെയർ, മറിച്ചും ആയുധങ്ങളിതെല്ലാം. ബാക്കി നോർമൽ ഓപ്പറേഷൻസ്, ഈവൻ ഇൻ കേസ് ഓഫ് എ വാർ, നമ്പർ 2 ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്പർ 1 എപ്പോഴും ഫ്യൂച്ചറിലേക്ക് നോക്കിയായിരിക്കുന്നത്. ഈ സെറ്റപ്പ് നേവിയിൽ മാത്രമേ ഉള്ളൂ, ആർമിയിലോ എയർഫോഴ്സിലോ ഇല്ല. ബിക്കോസ് കടൽ ഭരിക്കുന്നവനാണ് കര ഭരിക്കുന്നത്, കര ഭരിക്കുന്നവൻ കര ഭരിക്കുന്നില്ല. കടലിൽ ആധിപത്യമുണ്ടോ, കരയിൽ നിങ്ങൾക്ക് ആധിപത്യം. അതാണ് ഈ USS ഹാരി ട്രൂമാൻ. ഒറ്റ കപ്പലല്ലല്ലോ അത്, വലിയൊരു കപ്പൽ വ്യൂഹമാണ്, കപ്പൽ പടയാണ്. എന്തിനാണ് ഇത്ര വലിയ കപ്പൽ പട അമേരിക്കയ്ക്ക്? വെറുതെ കടലിൽ ശാപ്പാടും കൊടുത്ത് ഇങ്ങനെ കിടക്കുന്നത്. അതൊരു ഫ്ലോട്ടിംഗ് അമേരിക്കയാണ്, എ പീസ് ഓഫ് അമേരിക്ക വിച്ച് ഈസ് ഫ്ലോട്ടിംഗ്. ദിസ് ഈസ് കോൾഡ് ഡിഫൻസ്. അല്ലാതെ ആ കേരളത്തിലാണ് ഞാൻ സേഫാണെന്ന് എനിക്കിവിടെ നിന്ന് വാചകം അടിക്കാം. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വാചകം കൂടി സംഭവിക്കാതിരിക്കട്ടെ. അതെ, ബട്ട് അത് സംഭവിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.